സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ നമ്മുടെ അത്തം പത്തിന് പൊന്നോണം സീസൺ 7 ആറാമത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പൊ കഴിഞ്ഞ വീഡിയോസ് ഒക്കെ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോണത് കുറച്ച് എസെൻഷ്യൽസ്. എനിക്ക് തോന്നുന്നു കുറെ പേരുടെ കയ്യിലുണ്ടാവും, കുറെ പേർക്ക് അറിയാവുന്നതാണ്. പക്ഷെ എന്തായാലും ഓണം സെലിബ്രേഷന്റെ സമയത്ത് ഇനി ഇൻ കേസ് എന്തെങ്കിലും മറന്നു പോകണ്ടെന്നുള്ള രീതിയിൽ ഞാൻ ജസ്റ്റ് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രോഡക്ട്സ് കാണിച്ചു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതെന്തായാലും നമുക്ക് അങ്ങനത്തെ ഓണം റിലേറ്റഡ് ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ഏത് ഫംഗ്ഷൻസിനും ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ചെണ്ണമാണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ക്യാൻ ആണ്. ഇത് നമ്മൾ പല വീഡിയോസിലും സ്കേർട്ടിന്റെ താഴെ ഇടുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടുന്നാന്നുള്ളത്. ഇത് ആമസോണിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഇത് തുന്നിയെടുക്കാവുന്നതേ ഉള്ളൂ, ഈസിലി തുന്നിയെടുക്കാം. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മെറ്റീരിയലും അതേപോലെ ഈ നെറ്റിന്റെ മെറ്റീരിയൽ, ഇത് നെറ്റല്ല, കട്ടിയുള്ള ഒരു ക്യാൻവാസ് പോലത്തെ ഒരു മെറ്റീരിയലാണ്. അത് നമുക്കിപ്പോൾ തൃശ്ശൂരാണെങ്കിൽ ഫെജിയിലൊക്കെ കിട്ടും. അത് നമുക്ക് മേടിച്ച് വെച്ചടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും തുന്നൽ കടയിൽ കൊണ്ടുപോയി കൊടുത്താലും മതി. ഇതേപോലെ ക്യാൻ അടിച്ചു തരും. അതെല്ലാം പെട്ടെന്ന് മേടിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ആമസോൺ, മീഷോയിലൊക്കെ അവൈലബിൾ ആണ്. ആമസോണിലാണെങ്കിൽ പെട്ടെന്ന് കിട്ടും കേട്ടോ. എന്ന് വെച്ചാൽ അധികം ഡെലിവറി ടൈം ഒന്നുമില്ല. മീഷോയിലാണെങ്കിൽ കുറച്ചും കൂടി ലേറ്റ് ആവുന്നേ ഉള്ളൂ. പക്ഷെ വിലക്കുറവ് മീഷോയിലാണ്. അങ്ങനെയാണ് കേട്ടോ. അപ്പൊ ഇതുണ്ടെങ്കിൽ എന്താന്ന് വെച്ചാൽ നമ്മുടെ പാവാട വളരെ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് കിടക്കണതാണെങ്കിൽ അത് നല്ലോണം ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കാനായിട്ട് നല്ലതാണ്. പിന്നെ ഇത് ആമസോണിൽ മേടിക്കുന്നത്, ഇപ്പൊ ഞാൻ മേടിച്ചിരിക്കുന്നത് വളരെ ഒതുങ്ങി കിടക്കുന്ന ക്യാനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വല്ലാണ്ട് ഇങ്ങനെ ബുമ്മൊന്നും നിൽക്കില്ല കേട്ടോ. ഞാൻ ഒരുവിധം ധാവണി ആണെങ്കിലും സ്കേർട്സ് ആണെങ്കിലും അതിൻ്റെ ഒക്കെ ഒപ്പം പെയർ ചെയ്യണതാണ്. ലെഹങ്കാസ് അതിൻ്റെ ഒക്കെ ഒപ്പം പെയർ ചെയ്യണതാണ്. അപ്പൊ നമുക്ക് ഈ ഓണം ഫംഗ്ഷന് ഏതെങ്കിലും ധാവണി ഉണ്ട്, അതല്ലെങ്കിൽ സ്കേർട്ടും ടോപ്പൊക്കെ ഉണ്ടെങ്കിൽ, അതല്ല സാരി തന്നെ നമ്മൾ ധാവണി പോലെ ഉടുക്കില്ലേ, അതിനൊക്കെ ഇത് അടിപൊളിയായിട്ടുള്ളതാണ്. ഒരു ക്യാൻ എന്തായാലും മേടിച്ചു വെച്ചോളൂ. ഈ ഓണക്കാലത്ത് മാത്രമല്ല, ഇനിയുള്ള സമയത്ത് നമുക്ക് ഫംഗ്ഷൻസിനൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ് കേട്ടോ. അടുത്തത് ഇത് ഇങ്ങനത്തെ ഒരു ക്രീം പാൻസ്, ഒരു ഓഫ് വൈറ്റ് പാൻസ് ആണ് കേട്ടോ. ഇത് പല ഷോപ്സിലും കിട്ടണതാണ്. അതല്ലെങ്കിൽ നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ ഇതിന്നൊക്കെ നമുക്ക് മേടിക്കാം. പോക്കറ്റ്സ് ഉള്ളത് മേടിക്കുകയാണെങ്കിൽ ഒന്നും കൂടി നന്നായി. അപ്പൊ നമുക്ക് നമ്മുടെ കയ്യിലുള്ള കുർത്താസ് ഉണ്ടാവുമല്ലോ, ക്രീം കളറിൽ ഏതെങ്കിലും കുർത്താസ് ഉണ്ടാവും. ഇപ്പൊ ഇത് തന്നെയാണെങ്കിൽ അത് ഇതിൻ്റെ ഒക്കെ പെയർ ചെയ്യാനായിട്ട് നല്ലതാ. ഇത് പല കളേഴ്സിലുള്ളതുണ്ട്. പക്ഷെ ഒരു ക്രീം അല്ലെങ്കിൽ ഓഫ് വൈറ്റ് മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഓണ സമയത്തുള്ള പല ഫംഗ്ഷൻസിലും മിക്സ് ആൻഡ് മാച്ച് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്ഫുൾ ആണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ തുണി എടുത്ത് ഇതിനൊരു ടോപ്പ് തുന്നിക്കാവുന്നതാണ്. എന്തായാലും ഇത് ഓൺലൈനിൽ നമുക്ക് കിട്ടണതാണ്. അപ്പൊ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അല്ല പെട്ടെന്ന് മേടിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ മാക്സ്, റിലയൻസ് അങ്ങനത്തെ കടകളില്ലേ, അവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ ഇത് ഇങ്ങനത്തെ ഒരു ഓഫ് വൈറ്റ് ക്രീം പാൻസ് മേടിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ഓണത്തിന് പല ഔട്ട്ഫിറ്റ്സിനൊപ്പൊക്കെ മിക്സ് ആൻഡ് മാച്ച് ചെയ്യാനായിട്ട്, അതായത് ഈ ടോപ്സിന്റെ ഒപ്പൊക്കെ മിക്സ് ആൻഡ് മാച്ച് ചെയ്യാനായിട്ട് ഒരുപാട് നല്ലതാണ് കേട്ടോ. അടുത്തത് അണ്ടർസ്കേർട്ട് ആണ്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമുക്കില്ലെങ്കിലും നമ്മുടെ അമ്മമാരുടെയോ നമ്മുടെ ആരെങ്കിലും ഒക്കെ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇൻ കേസ് ഹോസ്റ്റലൊക്കെ വെച്ച് ആണ് ഉടുക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ മുന്നേ കൂട്ടിയിട്ട് ഒരു അണ്ടർസ്കേർട്ട് ഇത് നമുക്ക് ആമസോണിൽ നിന്നുള്ളതാണ്. ഇത് സ്ട്രെച്ചബിൾ ആയിട്ടുള്ളതാണ് കേട്ടോ. ലൈക്ര മെറ്റീരിയൽ ആണ്. അപ്പൊ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ മേടിക്കാം. പക്ഷെ ഇത് ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള അങ്ങനത്തെ ഇതല്ല. സിവാമിൽ നിന്നൊക്കെ മേടിക്കുന്ന ടൈപ്പിലുള്ള ഷേപ്പ് വെയർ അല്ല കേട്ടോ. ഇത് സാധാരണ അണ്ടർസ്കേർട്ട് ആണ്. ഷേപ്പ് വെയർ വേണമെങ്കിൽ അതാവാം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഫിഷ് കട്ട് മോഡലിൽ വരുന്നതാണ്. അപ്പൊ കുറെ പേർക്ക് ഈ ഷേപ്പ് വെയർസ് ഇഷ്ടമല്ല. അങ്ങനെയുള്ളവർക്ക് ഇത് നല്ലതാണ്. അതല്ലെങ്കിൽ ഇങ്ങനത്തെ മോഡലിൽ കോട്ടൺ കിട്ടും. ഇതേ മോഡലിൽ തന്നെ കേട്ടോ. ഫിഷ് കട്ട് മോഡലിൽ അടിച്ചിട്ടുള്ള കോട്ടൺ കിട്ടും. അത് നമുക്ക് കല്യാൺ, ജയലക്ഷ്മി അങ്ങനത്തെ കടകളിലൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് മേടിച്ചു വെക്കാം. മറക്കണ്ട, ഇനി ആ സമയത്ത് കിട്ടിയില്ലെങ്കിൽ സാരി എടുക്കാൻ ബുദ്ധിമുട്ടാവില്ലേ. അപ്പൊ അതുകൊണ്ട് ഒരു നല്ലൊരു അണ്ടർസ്കേർട്ട് മേടിച്ചു വെക്കാം കേട്ടോ. ഇങ്ങനത്തെ ഒരു ഷെയ്ഡിലാണെങ്കിൽ നന്നാവും. അതായത് തനി ഓഫ് വൈറ്റും ആവണ്ട, വെള്ളയാവണ്ട, നിഴലടിക്കാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ഷെയ്ഡിലുള്ളതാണെങ്കിൽ, ഈ ഒരു ന്യൂഡ് ഷെയ്ഡിലുള്ളതാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അടുത്തതിന് ഹെയറിന് വേണ്ടിയിട്ടുള്ളത് നോക്കാം കേട്ടോ. നമുക്ക് ഒരു ചൊല്ലില്ലേ, മുടിയുള്ളവർക്ക് ചാച്ചും ചെരിഞ്ഞും ഒക്കെ കെട്ടാന്നൊക്കെ പറയണ പോലെ ഒരു ഇതുണ്ട്. എന്ന് വെച്ചാൽ മുടി ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, എങ്ങനെ വേണമെങ്കിലും കെട്ടിയെടുക്കാം. പക്ഷെ നമുക്ക് മുടി കുറവാണെങ്കിൽ എക്സ്റ്റൻഷൻസിന്റെ ഹെൽപ്പ് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഈ വർഷം ഞാൻ ഓണം ആവണേക്കാട്ടിനും മുന്നേ ഹെയർ സ്റ്റൈൽ ചെയ്തതാണ്. ഇത് വെച്ചിട്ടപ്പോൾ എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ കൊച്ചിയിൽ മിഡാസ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് ഉണ്ട്. അവിടെ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ കിട്ടും കേട്ടോ. അവിടെ നിന്ന് മേടിച്ചതാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ആമസോണിൽ നിന്ന് മേടിച്ചതിന് കുറച്ചും കൂടി തിക്നെസ് കുറവാണ്. പക്ഷെ ആക്ച്വലി ഇതാണ് കുറച്ചുകൂടി ഒരു നാച്ചുറൽ ലുക്ക് ആയിട്ടുള്ളത്. മിഡാസിൽ ഇതും ഉണ്ട് കേട്ടോ. ആമസോണിൽ ഇങ്ങനത്തെ മാത്രമേ ഉള്ളൂ. പല കളേഴ്സിലുണ്ട്. പക്ഷെ ഈ ഒരു തിക്നെസ്സിൽ പല കളേഴ്സിലുണ്ട്. അപ്പൊ നമ്മുടെ കളേർഡ് ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ ഇങ്ങനത്തെ മേടിക്കാവുന്നതാണ്. അല്ല പക്ക ബ്ലാക്ക് ആണെങ്കിൽ ഇങ്ങനത്തെ മേടിക്കാവുന്നതാണ്. ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഴിച്ചിടാൻ വേണ്ടിയിട്ട്
അഴിച്ചിട്ടല്ല, ഇങ്ങനെ മെടഞ്ഞിടുന്ന ഒരു എഫക്റ്റ്. ഞാനിവിടെ സൈഡിലിടാം കേട്ടോ ഹെയർ സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്. ആ ഒരു എഫക്റ്റിലേക്ക് വേണ്ടിയിട്ടുള്ള ടൈപ്പ് ഓഫ് ഹെയർ സ്റ്റൈൽ ആണെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം. അതല്ല, ബൺ കെട്ടാൻ വേണ്ടിയിട്ടും ഇത് നല്ലതാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് മെടഞ്ഞിടുക നമ്മുടെ മുടി, എന്നിട്ട് ചുറ്റി വെക്കുകയാണെങ്കിൽ ബണ്ണായിട്ടുണ്ടാവും കേട്ടോ. ഇത് കണ്ടോ, ഇത്രയും നമുക്ക് വോളിയം കിട്ടും ബണ്ണാക്കുകയാണെങ്കിൽ. അപ്പൊ നമ്മുടെ കളേർഡ് ഹെയർ ആണെങ്കിലും ഇതേ കണ്ടോ ഇത്രയും കിട്ടും കേട്ടോ വോളിയം. അതായത് നമ്മുടെ മുടിയായിട്ട് മാച്ച് ആയി പോവുകയും ചെയ്യും. ഇതിപ്പോ ബ്ലാക്കും അതേപോലെ ബ്ലോണ്ടും കൂടി മിക്സ് ആയി വന്നിട്ടുള്ളതാണ്. ആമസോണിൽ നോക്കുകയാണെങ്കിൽ ഒരു 130, 150 റേറ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്ത് 250 രൂപ, 300 രൂപ വരെയൊക്കെ ഉണ്ട്. മിഡാസിൽ എനിക്ക് തോന്നുന്നു ഒരു 250, 300 രൂപ മുതൽക്കൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷെ നല്ല ക്വാളിറ്റി ആണ് കേട്ടോ. നമുക്ക് ലോക്കൽ ഫാൻസി സ്റ്റോറിലൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കൂ. അപ്പൊ ഞാനിവിടെ ഇടാം ഹെയർ സ്റ്റൈലിന്റെ വീഡിയോ. ഇൻ കേസ് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി, എന്നിട്ട് ഒന്ന് അന്വേഷിച്ച് നോക്കൂ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ മുടിക്ക് അനുസരിച്ചിട്ടുള്ള നോക്കി എടുക്കാമല്ലോ, കുറച്ചും കൂടി നന്നായി. അതല്ലെങ്കിൽ നമുക്ക് ആമസോണിന് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇതൊരു മസ്റ്റ് ഹാവ് ആണ്. ഇത് നമുക്ക് പല രീതിയിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ബൺ കെട്ടാൻ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളത് വേണം, മറ്റേത് വേണ്ട, അങ്ങനെയാണെങ്കിൽ അതും ഈസി തന്നെയാണ് കേട്ടോ. പക്ഷെ ഇത് ഒന്നും കൂടി ഈസി ആയിട്ടുള്ളതാ. ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ മുടി വെച്ചിട്ട് ബൺ കെട്ടുക. അപ്പൊ അത് ഇത്രയും ഉണ്ടാവുള്ളൂ, എൻ്റെ ഒക്കെ ഇത്രേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അതിന് ചുറ്റും ഇതേപോലെ വെച്ച് കഴിഞ്ഞാല് ഇത് കണ്ടു ഇത്രയും തിക്നെസ് ഉള്ള ബൺ കിട്ടും. അപ്പൊ അതിന് ചുറ്റും മുല്ലപ്പൂ വെച്ചാൽ നമ്മുടെ മുടിയല്ലാന്നൊന്നും ആരും പറയില്ല കേട്ടോ. ഇനി പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് അത് ഭംഗിയിൽ കിട്ടിയാൽ മതിയല്ലോ. ഇപ്പൊ നമ്മൾ പാർലേഴ്സിൽ പോവാണെങ്കിലും ഇങ്ങനത്തെ എക്സ്റ്റൻഷൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്തു തരുന്നതാണ്. അപ്പൊ ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഇനി അതല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ഇങ്ങനത്തത് കിട്ടും. ഇതാകുമ്പോൾ വെച്ചാൽ നമ്മുടെ കുഞ്ഞി ബണ്ണിന് ചുറ്റും ഇതേപോലെ ഇങ്ങനെ കെട്ടി വെക്കുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് കവറാവും. പിന്നെ മുല്ലപ്പൂം കൂടി വെച്ച് കഴിഞ്ഞാൽ പക്കയാണ് കേട്ടോ, ഒരു ഇത് അറിയില്ല. അപ്പൊ നമ്മൾ നോക്കാം ഇങ്ങനത്തെ ടൈപ്പ് വേണോ അതോ ഇങ്ങനത്തെ ടൈപ്പ് വേണോ. ഞാൻ നേരത്തെ കാണിച്ച ടൈപ്പ് വേണോ എന്നുള്ളത് 500, 600 റേറ്റ് വരെയൊക്കെ പോണതുണ്ട്. നമുക്ക് നോക്കി മേടിക്കാവുന്നതാണ്. ഇത് മീഷോയിലും കിട്ടും കേട്ടോ. മീഷോ കുറച്ചും കൂടി ദിവസം എടുക്കുന്നല്ലോ നമുക്ക് കിട്ടാനായിട്ട്, പക്ഷെ ഇത് മീഷോയിലും അവൈലബിൾ ആണ്. പിന്നെ അടുത്തത് മുല്ലപ്പൂ. നമുക്ക് എന്തായാലും എല്ലാവർക്കും ഇപ്പൊ സെലിബ്രേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മുല്ലപ്പൂ മേടിക്കാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ നല്ല വിലയുണ്ട് കേട്ടോ ഈ സമയത്ത്, കിട്ടാനും ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ രാവിലെ ഞാൻ കഴിഞ്ഞ ദിവസം എത്ര മണിക്കായിരുന്നു ജിം കഴിഞ്ഞിട്ട് വരണ വഴിക്ക്, അപ്പൊ 10 മണി ആയിട്ടുണ്ടാവും. ആ സമയത്ത് ചോദിച്ചപ്പോൾ മുല്ലപ്പൂ ഉണ്ടായിരുന്നില്ല, അതൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ്മെന്റിൽ ചെയ്യാവുന്നതാണ്. ഇത് ഇങ്ങനത്തെ പ്ലാസ്റ്റിക് മുല്ലപ്പൂ ഇല്ലേ, ഇത് ബൺ കെട്ടിയിട്ട് നമുക്ക് ചുറ്റിനും ഇട്ടാൽ മതി കേട്ടോ. അത് അങ്ങനെ ഇരുന്നോളും, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ശരിക്കുള്ള മുല്ലപ്പൂവിന്റെ അത്ര പോയിട്ട് അതിന്റെ അടുത്ത് കൂടെ പോലും പോകില്ല, പക്ഷെ എന്നാലും ഭംഗിയാണ്, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. എസ്പെഷ്യലി ഫോട്ടോസിനും വീഡിയോസിനും ഒന്നും നമുക്ക് അറിയ കൂടിയില്ല. പിന്നെ ഇത് ക്ലോത്തിന്റെ മുല്ലപ്പൂ ഉണ്ട്. അപ്പൊ നമുക്ക് മുല്ലപ്പൂ കിട്ടാത്ത സാഹചര്യമാണെങ്കിൽ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. വൈറ്റും ഉണ്ട് റെഡും ഉണ്ട് കേട്ടോ. ഇതും ഓൺലൈനിലൊക്കെ കിട്ടണതാ. നമുക്ക് ഈ വൈറ്റും റെഡും കൂടി മിക്സ് ചെയ്തിട്ട് വെക്കണമെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതൊക്കെ അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് വെച്ചാൽ ആ ഒരു പോയിന്റിൽ നമുക്ക് വേറെ ഒന്നും അവൈലബിൾ അല്ല, നമുക്ക് ശരിക്കുള്ള മുല്ലപ്പൂ ഒന്നും അവൈലബിൾ അല്ലെങ്കിൽ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അടുത്തത് ഷോർട്ട് ഹെയർ ഒക്കെ ഉള്ളവർക്കുണ്ടല്ലോ, നമുക്ക് ബൺ കെട്ടാനും നിവർത്തിയില്ല, മുല്ലപ്പൂ വെക്കാനൊന്നും നിവർത്തിയില്ല, പക്ഷെ ഒരു നല്ലൊരു ഓണം വൈബ് വേണം. അങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ ഹെയർ ബാൻഡ് പോലെ ഇതിങ്ങനെ വെക്കാം കേട്ടോ. ഞാൻ ഇമ്മക്കുട്ടിക്ക് വെച്ച് കൊടുക്കണതാണ്, പക്ഷെ നമുക്ക് വലിയവർക്കും വെച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇതിങ്ങനെ അഴിച്ചിട്ടിട്ട് ഇങ്ങനെ വെച്ചാൽ മതി. കുഞ്ഞു മുടിയാണെങ്കിൽ കുറച്ച് ചെറിയ കുട്ടീനെ പോലെ തോന്നും, പക്ഷെ നമുക്ക് നല്ലൊരു ഓണം വൈബ് ഉണ്ടാവും കേട്ടോ. അപ്പം നമ്മുടെ ഔട്ട്ഫിറ്റ്സ് ഇങ്ങനത്തെ ഒക്കെ ഔട്ട്ഫിറ്റ്സ് ആണെങ്കിൽ നന്നായിട്ട് ചേർന്ന് പോകും കേട്ടോ. ഇങ്ങനെ പറ്റുള്ളൂ, വേറെ രീതിയിലൊന്നും ഇതിനെ വെക്കാനും ഒന്നും പറ്റില്ല. ഹെയർ ബാൻഡ് അല്ലേ, മാക്സിമം പോയി ഇങ്ങനെ വെക്കാം, അത്രയ്ക്ക് തന്നെ പറ്റുള്ളൂ കേട്ടോ. വേറെ രീതിയിലൊന്നും പറ്റില്ല. പക്ഷെ നല്ലൊരു ഓണം വൈബുള്ള ഒരു ഹെയർ ആക്സസറി ആണ്. കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇത് നല്ല രസമായിട്ടുണ്ടാവും കേട്ടോ. ഇത് നമ്മൾ കഴിഞ്ഞ മുന്നിലത്തെ വർഷമോ അതിനേക്കാട്ടും മുന്നിലത്തെ വർഷമോ അങ്ങനെ എപ്പോഴും കാണിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഞാൻ അന്ന് വാങ്ങിച്ചതാ, ഒരു 3-4 വർഷം മുമ്പ് മേടിച്ചതാ. ഇപ്പോഴും എനിക്കിത് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മൾ മെടഞ്ഞിടുന്ന ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യില്ലേ, അപ്പോൾ അതിൻ്റെ ഒപ്പം ഇത് വെച്ചിട്ട് മെടയാണെങ്കിൽ നല്ല രസമായിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ ഈ നമുക്ക് ഓണത്തിനാണെങ്കിലൊക്കെ നമുക്ക് ഇങ്ങനെ പൂ വെക്കാനൊന്നും താല്പര്യമില്ല, എന്നാൽ പ്ലാസ്റ്റിക്കിന്റെ മുല്ലപ്പൂ ക്ലോത്തിന്റെ മുല്ലപ്പൂ ഒന്നും ഇഷ്ടമല്ലെങ്കിൽ ഇത് നല്ലൊരു ക്ലാസ് ലുക്ക് ഉള്ളതാണ്. ഇത് നമുക്ക് ഒട്ടും നല്ലൊരു അയ്യോ ഇത് ഓവറാണോ അങ്ങനെ ഒരു ഫീലേ ഉണ്ടാവില്ല. നല്ല രസമാണ്. പേൾസും അതേപോലെ തന്നെ ബീഡ്സും ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഹെയർ ആക്സസറി ആണ്. നമുക്ക് മെടയുമ്പോൾ ഒക്കെ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതാ. നമുക്ക് ഇതിനെ ഹെയർ ബാൻഡ് പോലെ വെക്കാം, അങ്ങനെ പലതരത്തിൽ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ബണ്ണിന് ചുറ്റും ഇങ്ങനെ ചുറ്റി വെക്കാവുന്നതാണ്, അപ്പോഴും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് പലതരത്തിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇത് മസ്റ്റ് ഹാവ് ആണ് കേട്ടോ. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതുമാണ്, ഈസിയാണ് യൂസ് ചെയ്യാനായിട്ട്, അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇതാ ഡോണറ്റ്സ് ആണ്. ഡോണറ്റ്സ് നമുക്ക് ഈ ബണ്ണ് കെട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഡോണറ്റ്സ് ഭയങ്കര അടിപൊളിയാണ്.
നമുക്ക് എല്ലാവർക്കും അറിയണ്ടാവല്ലോ, ജസ്റ്റ് ഒരു ഹെയർ ടൈ വെച്ചിട്ട് പോണിറ്റെയിൽ പോലെ കെട്ടാൻ ഞാൻ ഇവിടെ കാണിച്ചു തരാം. എന്നിട്ട് ഈ ഡോണറ്റ് ഇടുക, എന്നിട്ട് മുടി ഇതിലും ഫുള്ളും ചുറ്റിയിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇടുക, ബാക്കിയുള്ള മുടി ഒന്ന് ചുരുട്ടി എടുക്കുക, എന്നിട്ട് അതിന് ചുറ്റും ഒന്ന് മുല്ലപ്പൂ വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. അതാകുമ്പോൾ അങ്ങനെ നല്ല സെക്യൂർ ആയിട്ട് ഇരിക്കും. യൂഷ്വലി നമ്മളിങ്ങനെ കെട്ടുക, മുടി ഇങ്ങനെ മെടഞ്ഞിട്ടോ അല്ലെങ്കിൽ പിരിച്ച് ബണ്ണാക്കിയിട്ട് ഈ സ്ലൈഡ് വെച്ചാണ് ഇങ്ങനെ നമ്മൾ ഇത് കെട്ടുക, ബൺ കെട്ടുക. അങ്ങനെയാകുമ്പോൾ ചിലപ്പോൾ അഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ നല്ല ടൈറ്റ് ആയിട്ട് സെക്യൂർ ചെയ്തില്ലെങ്കിൽ. പക്ഷെ ഡോണറ്റ് വെച്ചിട്ട് കെട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും. ഡോണറ്റ് നമുക്ക് പല വലിപ്പത്തിൽ കിട്ടും കേട്ടോ. എന്ന് വെച്ചാൽ വലിയ ബണ്ണാണ് വേണ്ടത് വെച്ചാൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം, ചെറിയ ബണ്ണാണ് വേണ്ടത് വെച്ചാൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അടുത്തത്, ഇത് എല്ലാവർക്കും വേണ്ടി വരുമോന്ന് അറിയില്ല, ഒരു സ്റ്റെപ്പ് കൂടുതൽ നമ്മൾ എടുത്ത് ഒരു എഫേർട്ടൊക്കെ എടുത്തിട്ട് നമ്മൾ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് ചിലപ്പോൾ നല്ല ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും. എനിക്കിത് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ നെറ്റാണ് കേട്ടോ. നമ്മൾ ബണ്ണൊക്കെ കെട്ടിയിട്ട് പൂവൊക്കെ വെക്കില്ലേ, അപ്പോൾ ഈ പൂവ് നല്ല സെക്യൂർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ബൺ കെട്ടിയതിന് ശേഷം പൂ കെട്ടിയിട്ട് ഈ നെറ്റ് അങ്ങ് ബണ്ണിന് മീതെ ഇടുക കേട്ടോ. ബണ്ണിന് മീതെ ഇട്ടിട്ട് നല്ലോണം സെക്യൂർ ചെയ്താൽ അത് അങ്ങനെ ഇരുന്നോളും. ഇപ്പോൾ റോസപ്പൂവിൻ്റെ ഒരു ഇത് കണ്ടില്ലായിരുന്നു, ഹെയർ സ്റ്റൈൽ കുറേ റോസപ്പൂവിൻ്റെ ഇതളുകൾ ഇതിലിട്ടിട്ട് ബണ്ണിന് ചുറ്റും വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കില്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇത് നല്ലതാണ്. അപ്പം ഈ നെറ്റ് നമുക്ക് കുറേ മേടിക്കാൻ കിട്ടും. എന്ന് വെച്ചാൽ ഒരു സെറ്റിൽ തന്നെ ഒരു 10-20 എണ്ണം ഉണ്ടാവും കേട്ടോ. ഒരു 300 രൂപ ഒക്കെയാണ് ഉണ്ടാവുക. പല സൈസിൽ അവൈലബിൾ ആണ്. എക്സൽ എന്ന് പറഞ്ഞാൽ അതേ കണ്ടത് അത്യാവശ്യം നല്ലോണം വിടർന്ന് നിൽക്കും. നമ്മൾ ഈ നെറ്റ് ഇട്ടിട്ടുണ്ടെന്നും അധികം അറിയില്ല, കാരണം ഇത് ഇത്രയും വലിയ വലിയ ഓട്ടകളല്ലേ. അപ്പം ആ രീതിക്ക് ഇത് എല്ലാവർക്കും വേണ്ടി വരില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. ഇൻ കേസ് അങ്ങനെ കുറച്ച് കാര്യമായിട്ടുള്ള ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ലതാണ്. പിന്നെ ലാസ്റ്റ് ഹെയർ ആക്സറി എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വർഷം മുതലേ യൂസ് ചെയ്യണതാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനത്തെ ഫാൻസി സ്റ്റോറൊക്കെ ഉണ്ടാവില്ലേ, അവിടെ നിന്ന് ഇങ്ങനത്തെ ലട്കൺസ് മേടിക്കാൻ കിട്ടും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കേർട്ടിൻ്റെ സൈഡിലും ബ്ലൗസിൻ്റെ അടിയിലൊക്കെ ഇടുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ ആദ്യം എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ നവ്യ നായരാണ് മുടിയുടെ തുമ്പത്ത് ഇങ്ങനെ യൂസ് ചെയ്ത് കണ്ടത്. അതിനെക്കാട്ടും മുന്നേ ഞാൻ നോർത്ത് ഇന്ത്യൻസ് ഇങ്ങനെ ഈ നവരാത്രി ടൈമിൽ യൂസ് ചെയ്യണ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ ഉണ്ടാക്കി ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് എങ്ങനെയാണ് ഇത് മുടി കെട്ടണേന്നുള്ള വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേർക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഓണത്തിന് നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കിയപ്പോഴും നല്ലതായിട്ട് തോന്നി എനിക്ക്. ഇത് സിമ്പിളാണ് കേട്ടോ. ജസ്റ്റ് ഇങ്ങനത്തെ ചരട് മേടിക്കാം, ഇങ്ങനത്തെ ലട്കൻസ് മേടിക്കാം, രണ്ട് അറ്റത്തും ഇങ്ങനെ തൂക്കിയിട്ടിട്ട് നമ്മൾ മെടയണേൻ്റെ ഒപ്പം ഇതും വെച്ചിട്ട് മെടയാന്നുള്ളത് മാത്രമാണ്. ഞാൻ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ട് ചെയ്യാലോ എന്നുള്ള രീതിക്ക് കുറച്ചധികം ലട്കൻസ് ഇതേപോലെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതല്ലെങ്കിൽ ഇതേപോലെ ചരടായിട്ട് മേടിക്കാൻ കിട്ടും. ഗോൾഡൻ ഉണ്ട്, സിൽവർ ഉണ്ട്. അത് നമുക്ക് ഈ മെടയണേൻ്റെ ഒപ്പം തന്നെ ഇതേപോലെ, ഇപ്പം ഞാൻ അവിടെ സ്ക്രീൻഷോട്ട് ഇടാം. ഇതും നമ്മൾ കഴിഞ്ഞ വർഷം ഓണത്തിന് ചെയ്തിട്ടുണ്ടായിരുന്ന ഹെയർ സ്റ്റൈലാണ്. ഇപ്പോൾ ലെഹങ്കയൊക്കെയാണ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ സാരി ആണെങ്കിലും അത് നല്ല രസമാണ് ഇങ്ങനെ സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ. കുറച്ച് വെറൈറ്റി പിടിക്കണമെങ്കിൽ ഇതും ട്രൈ ചെയ്ത് നോക്കാം. ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ കുറച്ചും കൂടി സമയമുണ്ടല്ലോ, നമുക്ക് മേടിക്കാനൊക്കെ സമയമുണ്ട്. ഓൺലൈൻ ആണെങ്കിലും നമുക്ക് ഓർഡർ ചെയ്താൽ കിട്ടാനുള്ള സമയമുണ്ട് കേട്ടോ. പിന്നെ ഇത് ഫാഷൻ ടേപ്പ് ആണ്, നമ്മൾ പല വീഡിയോസിലും കാണിച്ചിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ പലരും ഈ ഓണം സെലിബ്രേഷൻ ആദ്യമായിട്ടാവും ബ്ലൗസ് ഒക്കെ ഇടുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അവിടെ നീങ്ങിപ്പോയി ഇവിടെ നീങ്ങിപ്പോയി ടൈറ്റ് അല്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ലാസ്റ്റ് മിനിറ്റ് നമുക്ക് തുന്നാൻ കൊടുക്കാൻ പറ്റിയെന്നും വരില്ല. അങ്ങനത്തെ അവസരങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഫാഷൻ ടേപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. ഇതാകുമ്പോൾ നമുക്ക് ഈ ഷോൾഡറിന്റെ ഭാഗത്ത്, അതായത് ഷോൾഡറിനല്ല ഈ നെക്കിന്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ വീണ് പോകുന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിക്കുകയാണെങ്കിൽ അത് അങ്ങനെ ഇരുന്നോളും. അതേപോലെ തന്നെ നമുക്ക് കുനിയുമ്പോൾ ഒക്കെ ബുദ്ധിമുട്ടാണ് എന്നാണെങ്കിൽ ഇവിടെയായിട്ട് വെച്ച് കഴിഞ്ഞാലും നല്ല സെക്യൂർ ആയിട്ട് ഇരുന്നോളും. ഞാൻ അപ്പോൾ ഇവിടെ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. നല്ല സെറ്റായിട്ട് അത് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ സാരി വളരെ നേരിയതാണ്, നമുക്ക് പിൻ കുത്താൻ അങ്ങനെ പറ്റില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഫാഷൻ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ച് വെക്കാവുന്നതാണ്. നെറ്റിൻ്റെ ഒക്കെ സാരി ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഉപകാരപ്പെടും കേട്ടോ. ബ്ലൗസ് ഒന്ന് ആദ്യം ഒന്ന് ഇട്ട് നോക്കൂ, പക്ക കറക്റ്റ് ആണെങ്കിൽ ഇതിൻ്റെ യാതൊരു ആവശ്യമില്ല. പക്ഷെ ഇൻ കേസ് ലൂസാണ്, നമുക്ക് തുന്നാൻ സമയമൊന്നും ഇല്ലെങ്കിൽ ഫാഷൻ ടേപ്പ് വെച്ച് കഴിഞ്ഞാൽ ഇത് ലാസ്റ്റ് മിനിറ്റ് ഒരു ഹാക്ക് എന്നുള്ള രീതിയിൽ നല്ല ഹെൽപ്ഫുൾ ആണ് കേട്ടോ. ഏതെങ്കിലും വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കൂ, ഞാൻ എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഹെയർ ആക്സസറീസിൻ്റെ കാര്യത്തിൽ ഹെയർ എക്സ്റ്റൻഷന്റെ കാര്യത്തിൽ, കളറിന്റെ കാര്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ, അതായത് കളേർഡ് ഹെയർ ആണ് നമുക്ക് നമ്മുടെ മുടിയായിട്ട് മാച്ച് ആവും സംശയം ഉണ്ടെങ്കിൽ കടയിൽ പോയി നോക്കി മേടിക്കണതാവും നന്നാവുക. അതല്ല നമുക്ക് നോർമലി ബ്ലാക്ക് ഹെയർ ആണ്, ഡാർക്ക് ബ്രൗൺ ഹെയർ ഒക്കെ ആണെങ്കിൽ നമുക്ക് ആമസോണിൽ നിന്ന് ബ്ലാക്ക് മേടിച്ചാലും സെറ്റ് ആവുന്നതാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ കുറച്ച് എസെൻഷ്യൽസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ ഇൻ കേസ് ഇതിൽ ഏതെങ്കിലുമൊക്കെ മറന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഇപ്പോഴേ മേടിച്ചു വെച്ചോളൂ. ആ ലാസ്റ്റ് ടൈമിലേക്ക് വെക്കണ്ട. അപ്പോൾ ഇനി ആ സെലിബ്രേഷൻ്റെ ടൈമിൽ ഇങ്ങനെ ബഹളം വെച്ച് ഇനിയിപ്പോൾ
മറന്ന് ഇനി ടെൻഷൻ ആവേണ്ടത്. നമ്മളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓണം സെലിബ്രേഷന് നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങി പോകാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അങ്ങനെയാണ് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് ഇനി നാളെ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.